ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ അവർ ബുക്ക്. നമ്മളിന്നൊരു പ്ലേ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടോം സ്റ്റോപ്പാഡിൻ്റെ റോസൻക്രാൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ ആർ ഡെഡ് എന്ന് പറയുന്ന പ്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓഥറിനെ പറ്റിയും അതുപോലെ പ്ലേയെ പറ്റിയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഓഥറിനെ പറ്റി നോക്കുമ്പോൾ ആരാണ് നമ്മുടെ ഓഥർ? സർ ടോം സ്റ്റോപ്പാഡാണ് ഓഥർ. അദ്ദേഹം ഒരു ചെക്ക് വംശജനായ ഒരു ബ്രിട്ടീഷ് പ്ലേറിറ്റാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹം ഒരു സ്ക്രീൻ റൈറ്ററാണ്. ഫിലിം, റേഡിയോ, സ്റ്റേജ്, ടെലിവിഷൻ ഇങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മേജർ തീംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്, സെൻസർഷിപ്പ്, പൊളിറ്റിക്കൽ ഫ്രീഡം, ഇതൊക്കെയാണ് അദ്ദേഹം കൂടുതലും ഹാൻഡിൽ ചെയ്യുന്ന തീംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഈ പ്ലേയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇതൊരു അബ്സേർഡ് പ്ലേ ആണ്. അതുപോലെ ഇത് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്യുന്നത് 1966 ഈഡൻബർഗ് ഫെസ്റ്റിവൽ ഫ്രിഞ്ചിലാണ്. ഇതിൽ നമ്മൾ കാണുന്ന ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിലെ 2 മൈനർ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള റോസൻക്രാൻസിനെയും ഗിൽഡസ്റ്റേണിനെയാണ് ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ഷേക്സ്പിയറിൻ്റെ പ്ലേയിൽ ഇവരാരാണ്? മൈനർ ക്യാരക്ടേഴ്സാണ്, കോർട്ടിയേഴ്സാണ്. അവരിവിടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ പ്ലേയുടെ മെയിൻ സെറ്റിംഗ് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സിസ്റ്റൻലിസ്റ്റ്, അബ്സേർഡിസ്റ്റ് സറ്റയർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിലെ മൈനർ ക്യാരക്ടേഴ്സിനെയാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. 1966 ഈഡൻബർഗ് ഫ്രിഞ്ച് ഫെസ്റ്റിവലിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പ്ലേ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ സക്സസ് ഒക്കെ വിൻ ചെയ്തൊരു പ്ലേ ആണ്. അതായത് ന്യൂയോർക്ക് ഡ്രാമ ക്രിട്ടിക്സിൻ്റെ സർക്കിൾ അവാർഡൊക്കെ കിട്ടി ഫോർ ബെസ്റ്റ് പ്ലേ. അതുപോലെ ഫോർട്ടോണി അവാർഡ്സ് 1968 കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അവാർഡ്സും അതുപോലെ റെക്കഗ്നൈസേഷനൊക്കെ വിൻ ചെയ്ത ഒരു പ്ലേ ആണ്. നമുക്കറിയാമല്ലേ, യൂറോപ്പിൽ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഉണ്ടായൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു അബ്സേർഡിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് വരുന്ന ഒരു പ്ലേ ആണ് നമ്മുടെ ഈ റോസൻക്രാൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ ആർ ഡെഡ് എന്ന് പറയുന്നത്. ഈ ഒരു തിയേറ്റർ അല്ലെങ്കിൽ അബ്സേർഡ് പ്ലേസിൻ്റെ ആ ഒരു തിയേറ്റർ എന്താണ് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ എക്സിസ്റ്റൻലിസ്റ്റ് ആണ്. അതുപോലുള്ള തീമുകളാണ്, എക്സിസ്റ്റൻലിസ്റ്റ് തീമുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഒരു എക്സിസ്റ്റൻസിൻ്റെ അബ്സേർഡിറ്റി അല്ലെങ്കിൽ മീനിങ്ലെസ് ഒക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു 3 ആക്ടുള്ളൊരു പ്ലേ ആണ്. അപ്പോൾ നമുക്കിനി പ്ലേയുടെ സമ്മറിയിലേക്ക് പോവാം. ഈ പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും എന്ത് ചെയ്യാണ്? കോയിൻ ഇങ്ങനെ സ്പിൻ ചെയ്യാണ്. അവരൊരു ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? കോയിൻ ഇങ്ങനെ ടോസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും കോയിൻ സ്പിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലേ. ഹെഡും ടെയിലും വിളിക്കും. അപ്പോൾ ആര് വിളിക്കുന്നതാണോ വീഴുന്നത് അവർ ജയിക്കും. ഇവിടെ അവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവരെന്താ ചെയ്യണേ? ആര് വിളിക്കുന്നതാണോ വീഴുന്നത് അവർ ജയിക്കും. ജയിക്കുമ്പോൾ ജയിക്കുന്ന ആൾ ആ കോയിൻ എടുത്തിട്ട് അയാളുടെ സാക്കിൽ വെക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഗെയിം അല്ലെങ്കിൽ ഈ കോയിൻ ടോസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? എല്ലാ പ്രാവശ്യവും നമ്മുടെ റോസൻക്രാൻസ് ആണ് ജയിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു 76 ടൈംസ് ആയിട്ടുണ്ട് അയാളിങ്ങനെ ഒരു അടുപ്പിച്ച് ജയിക്കുന്നത്. എല്ലാ തവണയും അയാൾ തന്നെയാണ് ജയിക്കുന്നത്. ഗിൽഡസ്റ്റേൺ എന്ന് പറയുന്ന ആളാണെങ്കിൽ മോർ ഫിലോസഫിക്കലാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ഈ ഒരു നഷ്ടത്തിൽ അല്ലെങ്കിൽ തോൽവിയിൽ അയാൾക്ക് ദേഷ്യമൊന്നും തോന്നില്ല. പക്ഷേ അയാൾ എന്താണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ഇയാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തോക്കുന്നതിൽ അയാൾക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ട്. അതായത് ആ സിറ്റുവേഷൻ്റെ ഒരു ഇംപ്രോബബിലിറ്റിയെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ആ ഒരു ഡിസ്കംഫോർട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. റോസൻക്രാൻസ് ആവട്ടെ ഈ ഒരു ഇവൻറ്റ്സ് കാരണം ഒട്ടും അൺസെറ്റിൽഡ് അല്ല. അയാൾ വിചാരിക്കുന്നത് അയാൾ പുതിയ ഒരു ഒരു ന്യൂ റെക്കോർഡ് സെറ്റ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇതേ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ ഗിൽഡസ്റ്റേൺ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? അയാളൊരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ വേണ്ടി ട്രൈ ചെയ്യാണ്. എന്തിനുള്ള എക്സ്പ്ലനേഷൻ? അതായത് ഈ കോയിൻ ടോസ് ഗെയിമിലെ ലോ ഓഫ് പ്രോബബിലിറ്റി എന്ത് ചെയ്തിരിക്കുകയാണ്? സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് അയാൾക്ക് തോന്നുന്നത്. അങ്ങനെ ആവാൻ എന്താണ് കാരണം എന്ന് അയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ സ്വന്തമായിട്ട് ഒരു ലിസ്റ്റ് ഓഫ് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യം അയാൾ ചിന്തിക്കുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ, ദൈവികമായ ഒരു ഇൻ്റർവെൻഷൻ ഇവിടെ നടന്നിട്ടുണ്ടാവാമെന്നാണ്. ഇവിടെ നിന്ന് തുടങ്ങി ഒരു സിംഗിൾ മൊമെൻ്റ്, അതായത് ഈ കോയിൻ ടോസ് ചെയ്യുന്ന ഈ ഒരു സിംഗിൾ മൊമെൻ്റ് ഇങ്ങനെ ഓവർ ആൻഡ് ഓവർ പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യപ്പെടുന്നതാണ്. അതായത് ആ മൊമെൻ്റ് പിന്നെയും ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് എന്ന് വരെ അയാൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പല പല കാരണങ്ങളും അദ്ദേഹം ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ന്യായീകരണം കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ അത് വിട്ടിട്ട് അദ്ദേഹം എന്താണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മെമ്മറി എന്താണ് എന്ന് ചിന്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക്
അതിന് കഴിയുന്നില്ല. റോസൻക്രാൻസിനാവട്ടെ ഗിൽഡസ്റ്റേണിനാവട്ടെ അവരുടെ പാസ്റ്റിൽ നിന്ന് ഒരു മെമ്മറിയും അവർക്കിപ്പോൾ ഇല്ല. ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് കഷ്ടിച്ച് ഓർമ്മിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവരൊരു കാര്യം ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. എന്താണ്, ആരെയാണ് ഓർമ്മിച്ചെടുക്കുന്നത്? ഒരു മെസ്സഞ്ചറിനെ രാവിലെ ഏർലി മോർണിംഗ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു മെസ്സഞ്ചർ. അതായത് ഒരു അർജൻറ്റായിട്ടുള്ള ഒരു മാറ്ററിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് അറിയിച്ചുകൊണ്ടൊരു മെസ്സഞ്ചർ വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യം എങ്കിലും ഓർമ്മിച്ചെടുക്കാൻ അവസാനം അവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും ദൂരത്തു നിന്ന് ഒരു ബാൻഡ് പ്ലേ ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതൊരു ട്രൂപ്പ് ഓഫ് 6 ട്രജേഡിയൻസ് ആണ്. ഒരു സ്പോക്ക് പേഴ്സൺ ആണ് അവരെ ലീഡ് ചെയ്യുന്നത്. ഈ സ്പോക്ക് പേഴ്സണെയാണ് നമ്മൾ പ്ലെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്ലെയർ ആദ്യം നമ്മുടെ ആരുടെ അടുത്ത് വരുന്നു? റോസൻക്രാൻസിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയാണ്. സാധനം എന്ന് പറഞ്ഞാൽ ഇവരെന്താണ്, ഇവർ ട്രൂപ്പാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള സാധനം എന്ന് പറയുന്നത് പ്ലേ ആണ്. അപ്പോൾ ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാണ്. ഇയാളുടെ കയ്യിലുള്ള പെർഫോമൻസിൽ ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൽ അയാൾ പറയുന്നത് വെച്ചാൽ ഫെയ്ത്ത്ലെസ് വൈഫ്സ്, അതുപോലെ തന്നെ റാവിഷ്ഡ് ആയിട്ടുള്ള വേർജിൻസ്, ഇവരുടെയൊക്കെ കഥ പറയുന്ന പെർഫോമൻസിന് പൈസ കൂടുതലാവും എന്ന് പറയുന്നുണ്ട്. റോസൻക്രാൻസിന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഈ പ്ലെയർ ഈ പേരിലൊക്കെ പോണോഗ്രഫിയാണ് വിൽക്കുന്നതെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നില്ല. റോസൻക്രാൻസും ഈ പറയുന്ന പ്ലെയറും തമ്മിൽ ഈ പൈസയുടെ പേരിൽ, അതായത് ഈ പെർഫോമൻസിൻ്റെ വിലയുടെ പേരിൽ ഇങ്ങനെ സംസാരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോസൻക്രാൻസ് വളരെ കുറഞ്ഞ ഒരു വിലയാണ് പറയുന്നത്. അപ്പോഴേക്കും ഈ പ്ലെയർ ഡിസ്കസ്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഗിൽഡസ്റ്റേൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, ഈ പ്ലെയർ ഓഫർ ചെയ്യുന്ന ഒരു പെർഫോമൻസിങ് വാങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്ലേയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഇങ്ങനെ നൂഡായിട്ടുള്ള അല്ലെങ്കിൽ പൊണോഗ്രഫിക് ആയിട്ടുള്ള കണ്ടൻസ് ഉള്ളതിനെ പറ്റി ഇയാൾക്ക് വളരെ താല്പര്യമില്ല. പക്ഷേ ഇയാൾ ഭയങ്കര ക്ലെവറാണ്. അതായത് ഈ ഒരു ചൂതുകളി അല്ലെങ്കിൽ ഈ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഗെയിമിൽ ഇയാൾ എത്രത്തോളം മിടുക്കനാണെന്ന് നമ്മൾ ആദ്യമേ കണ്ടു അല്ലേ. അപ്പോൾ ഈ പ്ലെയറിനെയും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിനെയും ഈ ചൂതാട്ടം അല്ലെങ്കിൽ ഈ കോയിൻ ടോസ് ഗെയിമിൽ വശീകരിക്കാൻ അല്ലെങ്കിൽ അതിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് പറ്റും എന്ന് അയാൾക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊരു പെർഫോമൻസ് വാങ്ങിയിട്ട് ഈ പ്ലെയറും ഇവരുമായിട്ടുള്ള ഈ ഒരു കോയിൻ ടോസ് ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഒരുപാട് തവണയും എന്താണ് വീഴുന്നത്? ഹെഡാണ് വീഴുന്നത്. അപ്പോൾ ആ പ്ലെയറിനും ആ ട്രൂപ്പിനും തുടർച്ചയായി നഷ്ടം സംഭവിക്കുന്നു. ഇപ്പുറത്ത് ഇയാൾ ജയിക്കുന്നുണ്ട്. ആര് ജയിക്കുന്നുണ്ട്? ഗിൽഡസ്റ്റേൺ ആണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ജയിക്കുന്നത്. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഈ പെർഫോമൻസ് വിൽക്കാൻ വന്ന ഈ ഒരു ട്രൂപ്പ് അവസാനം കടത്തിലാവും. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടൊരു പെർഫോമൻസ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ ഫോഴ്സ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്ന സീനിനൊരു ചേഞ്ച് വരുന്നതാണ്. ഇപ്പോൾ റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും റോയൽ കോർട്ടിലാണുള്ളത്. അവിടെ അദ്ദേഹം അല്ലെങ്കിൽ ഇവരെന്താണ് വിറ്റ്നസ് ചെയ്യുന്നത്? ഹാംലെറ്റ് ഒഫീലിയയെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഹഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംബറാസ് ചെയ്യുന്നതാണ് ഇവർ വിറ്റ്നസ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ക്ലോയിഡസും അതുപോലെ ജെട്രൂഡും റോസൻക്രാൻസിനെയും ഗിൽഡസ്റ്റേണിനെയും വാംലി എന്ത് ചെയ്യാണ്, ഗ്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ പേരുകൾ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്തു, കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ രാജാവിൻ്റെ അല്ലെങ്കിൽ ഹാംലെറ്റിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് കിങ്ങും ക്യൂനും ഇവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് എന്നൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ കോർട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് നമ്മുടെ റോസൻക്രാൻസിനും ഗിൽഡസ്റ്റേണിനും തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ്റെ മരണശേഷം ഹാംലെറ്റ് ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കിങ്ങും ക്യൂണും വിചാരിക്കുന്നത് ഹാംലെറ്റിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സായ റോസൻക്രാൻസിനും ഗിൽഡസ്റ്റേണിനും ഹാംലെറ്റിന് കുറച്ച് സമാധാനം കൊടുക്കാനും അതുപോലെ തന്നെ ഇവനെ ഹാംലെറ്റിനെ വറി ചെയ്യിക്കുന്ന കാര്യം അതെന്താണ് എന്ന് മനസ്സിലാക്കാനും ഇവർക്ക് കഴിയുമെന്നാണ്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഇവർ രണ്ടുപേരും, അതായത് റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും ഡിസ്കസ് ചെയ്യുന്നതാണ്. അവരെന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? അതായത് ഈ കിങ്ങിനെയും ക്യൂണിനെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മീറ്റിംഗ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അത് ഭയങ്കര എംബറാസിങ് ആയിരുന്നു. ആൻഡ് മേഡ് ദം ഫീൽ ലൈക്ക് ഫൂൾസ് എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ ഇനി സംസാരിക്കുന്നത് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. ഇപ്പോൾ ഹാംലെറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹാംലെറ്റിൻ്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങൾ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അവരൊരു ഇൻ്റർവ്യൂ ടെക്നിക്കാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഗെയിം ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഹാംലെറ്റിനോട് ചോദിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചേർത്തിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ രൂപപ്പെടുത്തുകയാണ് അവർ. അതൊരു ഗെയിം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അവർ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു
കോൺവെർസേഷൻ എൻറ്റയർലി ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. നെവർ മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ എന്ത് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കേണ്ടത്. ആ കോൺവെർസേഷൻ കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഈ ഒരു ഗെയിം എന്താണ് വിആറി ആണെന്ന് തോന്നിയിട്ട് വേറൊരു ടെക്നിക്കിലേക്ക് അവർ ടേൺ ചെയ്യുന്നുണ്ട്. അതായത് ഗിൽഡസ്റ്റേൺ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, ഗിൽഡസ്റ്റേൺ പറയുന്നുണ്ട് ഞാൻ ഹാംലെറ്റ് ആയിട്ട് പ്രെറ്റൻഡ് ചെയ്യാം, നീ റോസൻക്രാൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണം. ഈ ഒരു സമയത്ത് കുറേ കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. റോസൻക്രാൻസിന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യം. അങ്ങനെ കുറേ കൺഫ്യൂഷൻസിനൊക്കെ ശേഷം ഫൈനലി അവർക്ക് ആ ഒരു എൻറ്റയർ പ്ലോട്ട് ഓഫ് ഹാംലെറ്റ് ഈ മോക്ക് ഇൻ്റർവ്യൂവിൽ കൂടി എന്താണ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ആക്ട് 1 അവസാനിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും എന്ത് ചെയ്യാണ്, ഫൈനലി ഹാംലെറ്റുമായിട്ട് മീറ്റ് ചെയ്യാണ്. ഹാംലെറ്റിനോട് എന്തൊക്കെ ചോദിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഫൈനലി അവർ ഹാംലെറ്റിനെ മീറ്റ് ചെയ്യാണ്. അപ്പോൾ കോർട്ടിൽ പോയപ്പോൾ ബാക്കി എല്ലാവരും ഇവരെ വാംലി ഗ്രീറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹാംലെറ്റും ഇവരെ വാംലി ഗ്രീറ്റ് ചെയ്യാണ്. പക്ഷേ മറ്റേ അവർക്കൊക്കെ സംഭവിച്ച പോലെ തന്നെ ഇവിടെയും ഹാംലെറ്റിനും ഇവരുടെ പേര് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അടുത്ത ആക്റ്റിൽ നമ്മൾ കാണുന്നത് റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും നമ്മുടെ ഹാംലെറ്റുമായിട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യുന്ന ആ ഇൻറ്ററോഗേഷൻ്റെ ഒരു ടെയിൽ എൻഡാണ്. ഹാംലെറ്റ് എന്ത് ചെയ്യാണ്, കുറേ മെറ്റഫേഴ്സിലാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും പോളിനീസസ് അവിടേക്ക് വന്നിട്ട് ഹാംലെറ്റിനോട് പറയുന്നുണ്ട് ആക്ടേഴ്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും പുറത്തു പോകുന്നുണ്ട്. ഈ സമയം റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും അവരുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സക്സസ് എത്രത്തോളം ഉണ്ട് എന്നതിനെപ്പറ്റി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഗിൽഡസ്റ്റേൺ ഇനിഷ്യലി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂ വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ്. പക്ഷേ റോസൻക്രാൻസ് ക്വിക്ക്ലി റീബഫ് ചെയ്യാണ്, എന്നിട്ട് പറയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഗെയിമിൻ്റെ സ്കോർസ് എന്താണ് ഡൗണ്ടിങ് ആയിരുന്നു എന്ന് സ്റ്റേറ്റ് ചെയ്യാണ്. ഹാംലെറ്റ് ആവട്ടെ റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും ചോദിക്കുന്ന ചോദ്യങ്ങളെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഇവർ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് പോകുന്നത്, എന്ത് ചെയ്യാൻ വേണ്ടി, ഹാംലെറ്റിനെ ഇൻറ്ററോഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, ഡിസ്പൈറ്റ് ദെയർ പ്രിപ്പറേഷൻ അവർ പറഞ്ഞു നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാവൂ, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും അവർ ഹാംലെറ്റ് ചോദിച്ചതിനൊക്കെ എന്ത് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് ആൻസേഴ്സ് കൊടുക്കുകയാണ് ഈ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്നത്. ആകെ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഇവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല എങ്കിൽ പോലും ഹാംലെറ്റിൻ്റെ കുറച്ച് സിംറ്റംസ് ഇവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി എന്നതാണ്. ഈ സമയത്ത് നമ്മുടെ പ്ലെയർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് റോസൻക്രാൻസിനോടും ഗിൽഡസ്റ്റേണിനോടുമാണ്. അതായത് ഇവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി അവർ നിന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ അയാൾക്കും അയാളുടെ ട്രൂപ്പിനും വളരെയധികം നാണക്കേടുണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് ആ നാണക്കേട്, അവർ പെർഫോം ചെയ്തപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയൻസും ഉണ്ടായിരുന്നില്ല, അത് അവർക്ക് ഭയങ്കര നാണക്കേടുണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ പ്ലെയർ വീണ്ടും റോസൻക്രാൻസിനും ഗിൽഡസ്റ്റേണിനോടും പറയുകയാണ് അവരുടെ ട്രൂപ്പ് റോയൽ കോർട്ടിൽ ഒരു പ്ലേ ദ മർഡർ ഓഫ് ഗുൻസാവോ എന്ന് പറയുന്ന പ്ലേ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഇവരെ അറിയിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗിൽഡസ്റ്റേൺ ഈ പ്ലെയറിനോട് ഒരു അഡ്വൈസ് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അഡ്വൈസ്, ഒരു സ്ട്രേഞ്ച് പ്ലേസിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലെയർ മറുപടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടു ആക്ട് നാച്ചുറലായിട്ട് ആക്ട് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഹാംലെറ്റിനെ പറ്റി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഹാംലെറ്റിന് വട്ടുണ്ടോ, മാഡാണോ ഇയാൾ, അതോ ഇയാൾ ശരിക്കും ഒഫീലിയുമായിട്ട് പ്രണയത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു അഡ്വൈസ് ടു ആക്ട് നാച്ചുറലി എന്ന് പറയുന്ന ഒരു അഡ്വൈസ് കൊടുത്തിട്ട് പ്ലെയർ അയാൾക്ക് ഇനി പെർഫോമൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും അവിടെ ഇരിക്കുകയാണ്. റോയൽ കോർട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടില്ല, അപ്പോൾ അവർക്ക് അതിന് മുന്നേ കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ അവരിവിടെ ഇരുന്നിട്ട് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അവർ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ഡെത്തിനെ പറ്റിയാണ്. അങ്ങനെ അവിടെ നേച്ചർ ഓഫ് ഡെത്തിനെ പറ്റി കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത് ജെട്രൂഡ് ഈ ഒരു മീറ്റിംഗ്, ഹാംലെറ്റുമായിട്ടുള്ള മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊരു കുറച്ച് അല്ലെങ്കിൽ ഒരു ബിറ്റ് സെൽഫ് കോൺഷ്യസ് ആവുന്നുണ്ട്. എന്നിട്ട് റോസൻക്രാൻസ് ആ ഒരു മീറ്റിങ്ങിൻ്റെ സക്സസ്സിനെ പറ്റി എംബലിഷ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യണം, അവിടെ ആ റോയൽ പാർട്ടി പിരിഞ്ഞു പോകുന്നുണ്ട്. റോസൻക്രാൻസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻ്ററപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, എൻട്രൻസസ് ഉണ്ടായിട്ടുണ്ട്, എക്സിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹാംലെറ്റ് സംസാരിച്ചു തുടങ്ങാൻ വെയിറ്റ് ചെയ്യാതെ റോസൻക്രാൻസ് അങ്ങോട്ട് പോയൊരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. പക്ഷേ അത് ലാസ്റ്റ് മൊമെൻറ്റിൽ എന്താണ് ഫാൾട്ടേഴ്സായി പോവുകയാണ്. പിന്നെ അയാൾ വീണ്ടും കുറച്ച് കറേജ് ഗെയിൻ ചെയ്തിട്ട്
ക്യൂനിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി, പുറകിൽ നിന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ട്രൈ ചെയ്യാണ്. പക്ഷേ അതൊരു മഹാ അബദ്ധം അല്ലെങ്കിൽ മണ്ടത്തരമായിട്ട് മാറുകയാണ്. കാരണം അത് ക്യൂനായിരുന്നില്ല, ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച ഒരു ആക്ടർ ആൽഫ്രഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ട്രൂപ്പ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ ഡംബ് ഷോ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഡംബ് ഷോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്ലേ പെർഫോം ചെയ്യാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ദ മർഡർ ഓഫ് ഗൊൻസാലോ. അതിന് മുന്നേ ഉള്ള ഡംബ് ഷോയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാക്ടീസ് തടസ്സപ്പെടുന്നുണ്ട്. നമ്മുടെ ഹാംലെറ്റ് ഒഫീലിയെ കരയിപ്പിക്കുന്നുണ്ട്. എന്തോ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഹാംലെറ്റ് ഒഫീലിയെ കരയിപ്പിക്കുമ്പോൾ ഈ പ്ലേയുടെ പ്രാക്ടീസ് എന്ത് ചെയ്യാണ്, തടസ്സപ്പെടുന്നുണ്ട്. ഫൈനലി ഒഫീലിയ വീണ്ടും ഇങ്ങനെ കാമായി വരുന്നുണ്ട്. അവളെ തന്നെ ഇങ്ങനെ കാം ചെയ്തു എടുത്തിട്ട് സമാധാനപ്പെട്ടിട്ട് ആ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് അവർ നേരത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഡം ഷോയാണ്. ഡം ഷോ എന്ന് പറഞ്ഞാൽ ആ ഡം ഷോ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിൻ്റെ ശരിക്കും ഒരു റിഫ്ലക്ഷനാണ് അവിടെ കാണുന്നത്. അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കിങ്ങിനെ അയാളുടെ ബ്രദർ എന്ത് ചെയ്യും, പോയ്സൺ ചെയ്യും. എന്നിട്ട് ബ്രദർ ക്യൂണിനെ കല്യാണം കഴിച്ച് കിങ് ആവും. ഈ മരിച്ച രാജാവിൻ്റെ മകന് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര പകയുണ്ടാവും. അങ്ങനെ അയാൾ എന്ത് ചെയ്യാണ്, ഈ മരിച്ച രാജാവിൻ്റെ മകൻ ആരാണ്, ലൂസിയാനസ് ആണ്. അവൻ എന്താണ് ചെയ്യുന്നത്, ആ ഒരു പകയുടെ പേരിൽ പോളിനീസസിനെ മർഡർ ചെയ്യുകയാണ്. അങ്ങനെ പോളിനീസസിനെ മർഡർ ചെയ്യുമ്പോൾ ഇവൻ്റെ അങ്കിള്, ലൂസിയാനസിൻ്റെ അങ്കിള് ഇവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അവൻ എന്ത് ചെയ്യുക ചെയ്യുന്നത്, അവിടെ 2 സ്പൈസിൻ്റെ ഒപ്പം എന്ത് ചെയ്യാണ്, അവൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞിട്ട് സ്പൈസിനെയാണ് അവൻ്റെ പ്ലേസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം റോസൻക്രാൻസിനും ഗിൽഡസ്റ്റേണിനും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇത് ഹാംലെറ്റിൻ്റെ സെയിം പ്ലോട്ടാണെന്നും അതുപോലെ തന്നെ ഈ പ്ലോട്ടുകൾ തമ്മിലുള്ള സിമിലാരിറ്റിയും ഇവിടെ ഈ സ്പൈസായിട്ട് ഇവരെയാണ് ഉദ്ദേശിക്കുന്നതെന്നും ആ ഒരു പ്ലേയിൽ ഹാംലെറ്റിൽ ആ സ്പൈസ് ഇവിടെ ഇവർ തന്നെയാണെന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഈ സമയത്ത് ഈ ഒരു പ്ലേയുടെ റിഹേഴ്സൽ, ഇപ്പോഴും റിഹേഴ്സലാണ് കേട്ടോ നടക്കുന്ന, ആ റിഹേഴ്സൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ക്ലോയിഡസ് വരുന്നുണ്ട്. ക്ലോയിഡസ് വന്നിട്ട് എന്താ പറയുന്നത്, ഹാംലെറ്റ് പോളിനീസസിനെ സ്ലെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം റോസൻക്രാൻസിനും ഗിൽഡസ്റ്റേണും കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാംലെറ്റിനെ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പോളിനീസസിൻ്റെ ആ സ്ലെയിൻ ബോഡി കണ്ടുപിടിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഗിൽഡസ്റ്റേണിനും അതുപോലെ റോസൻക്രാൻസിനും എന്ത് ചെയ്യുന്നത്, അവരോട് പറയുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. അവർക്ക് ആകെ കൺഫ്യൂഷനായി, അവർ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. അതായത് ഹാംലെറ്റിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യണോ അതോ ഹാംലെറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ ഇവർക്ക് സംശയമുണ്ട്. ആ ഒരു ഇൻഡെസിഷൻ കാരണം തന്നെ എന്ത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, ഹാംലെറ്റിന് ഈസിലി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇനി നമ്മൾ കാണുന്നത് റോസൻക്രാൻസിൻ്റെയും ഗിൽഡസ്റ്റേണിൻ്റെയും കൈകളിൽ ഈ ക്ലോയിഡസിനെ ഹാജരാക്കുന്നതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സിന് മുമ്പേ തന്നെ എന്താണ് സംഭവിക്കുന്നത്, അവനെ സോൾജിയേഴ്സിനൊപ്പം തന്നെ ഇംഗ്ലണ്ടിലേക്ക് എസ്കോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. 3ാമത്തെയും അവസാനത്തെയും ആക്ട് തുടങ്ങുന്നത് ഒരു ബോട്ടിലാണ്. റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും ഇരുട്ടിലാണുള്ളത്. അവർ കുറച്ച് മൊമെൻറ്റ്സ് അവർ തന്നെ ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അവർ റീകോൾ ചെയ്യാണ്, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള റീസൺ എന്താണ്. അതിന് 2 റീസൺ ഉണ്ട്. അതായത് ഹാംലെറ്റിനെ കിങ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അടുത്തേക്ക് കൊടുക്കണം, അതുപോലെ തന്നെ അവിടെ ഒരു ലെറ്ററും കൊടുക്കണം. ഇതാണ് അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറേ നേരം അവർ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു, ടു എൻ്റർടൈൻ ദെംസെൽഫ് വിത്ത് ഗെയിംസ്. എന്നിട്ട് റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും ഇവർക്ക് രാജാവിൻ്റെ അടുത്ത് കൊടുക്കാനുള്ള ഈ ഒരു ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ആ ലെറ്റർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഹാംലെറ്റിൻ്റെ ഡെത്ത് ഓർഡറാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് അവർ കിടന്നുറങ്ങുന്നതാണ്. റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും കിടന്നുറങ്ങുമ്പോൾ ഹാംലെറ്റ് ഈ ലെറ്റർ എടുക്കുകയാണ്. ഹാംലെറ്റിൻ്റെ ഡെത്ത് ഓർഡറാണ്, ഹാംലെറ്റിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഹാംലെറ്റ് അത് എടുത്തിട്ട് ആ ഹാംലെറ്റിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഇവരുടെ പേര്, റോസൻക്രാൻസിൻ്റെയും ഗിൽഡസ്റ്റേണിൻ്റെയും പേരുകളാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന ഈ ബോട്ടിനെ പൈറേറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നതാണ്. റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും ബാരലിൽ കയറിയിട്ട് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ പ്ലെയറും അയാളുടെ ട്രൂപ്പും ഈ ബോട്ടിലുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അവർ വണ്ടർ ചെയ്യാണ് ഈ ഹാംലെറ്റ് ഈ ഒരു അറ്റാക്ക് സർവൈവ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് റോസൻക്രാൻസും ഗിൽഡസ്റ്റേണും കുറച്ച് കണ്ടൻറ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അതായത് അവർക്ക് അറിയില്ല ഹാംലെറ്റിന് എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഗിൽഡസ്റ്റേൺ കുറച്ച് വറീഡാണ്.
കിങ് ഓഫ് ഇംഗ്ലണ്ടിനോട് എന്ത് പറയും എന്ന കാര്യം ഓർത്തിട്ട് ഇയാളെ കൊണ്ട് ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അയാൾ എന്ത് ചെയ്യാണെന്നറിയോ, വീണ്ടും ആ ലെറ്ററിനെടുത്ത് നേരത്തെ വായിച്ച ഹാംലെറ്റിൻ്റെ ഡെത്ത് ഓർഡർ ആണെന്ന് മനസ്സിലാക്കി അതിനെ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ലെറ്ററിന് ഒന്നുകൂടി വായിക്കുകയാണ്. റീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പേരുകൾ ഇങ്ങനെ മാറ്റി കൊടുത്തിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്ലെയർ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഗിൽഡസ്റ്റേണിനെ മരണത്തിനെ പറ്റി, നിങ്ങളുടെ മരണം എന്താണ് എത്താറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അതായത് പ്ലെയർ ഭയങ്കര പ്രിസംഷനോട് കൂടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ അയാൾ അരഗൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അയാളെ സ്റ്റാബ് ചെയ്യുന്നുണ്ട്. പ്ലെയർ മരിക്കുന്നുണ്ട്. ഇതിന് ശേഷം കുറേ ഇമോഷൻസാണ് ഇവരുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ഇവരിലേക്ക് കുറേ ഇമോഷൻസാണ് കടന്നു പോകുന്നത്. അതായത് ഫെറ്റീഗ് ഉണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് റോസൻക്രാൻസിനും ഗിൽഡസ്റ്റേണിനും. ഇത്തരം ഇമോഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ട് അവർ തീരുമാനിക്കുന്നത് ടു റിസൈൻ ദംസെൽസ് ടു ഡെത്ത്, എന്നിട്ട് അവിടെ നിന്ന് സിംപ്ലി എസ്കേപ്പ് ആവാലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇനി നമ്മൾ കാണുന്ന ഇംഗ്ലണ്ടിലൊരു അംബാസിഡർ റോസൻക്രാൻസിൻ്റെയും ഗിൽഡസ്റ്റേണിൻ്റെയും മരണം അനൗൺസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്ലേയുടെ ട്രാജിക് എൻഡിൽ കോമൻറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് റോസൻക്രാൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ ആർ ഡെഡ് എന്ന് പറയുന്ന പ്ലേ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേയുടെ സമ്മറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.